ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ഈ 49,271 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 49,489 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ഇനീഷ്യൽ പ്ലാൻ ചെയ്യുക. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. നിഫ്റ്റിയിൽ 23,226 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ അപ്സൈഡ് ട്രേഡിനും 23,449 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. ആ ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രേഡ് നോക്കാം. സമയം 9:14 ആയിട്ടുള്ളൂ. വെയിറ്റ് ചെയ്യാം. സമയം 9:37 ആയിട്ടുണ്ട്. നമുക്കൊരു അപ്സൈഡ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി നോക്കാം. നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നേരെ താഴെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരാതെയാണ് താഴെ വന്നത്. നമ്മൾ വിചാരിച്ച അതേ എക്സാക്ട് ലെവലിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല. ഇതിൽ നമുക്ക് അപ്സൈഡിലേക്ക് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റിലാണ് ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയത്. അപ്പോൾ നമുക്കൊരു അപ്സൈഡ് ട്രേഡിന് നോക്കാം. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് റേഞ്ചിലാണ്. ടാർജറ്റ് ഇന്നത്തെ ഡേ ഹൈ വെക്കാം. അതാണ് ഇപ്പോഴത്തെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ മാർക്ക് ചെയ്ത 2 ലിക്വിഡിറ്റി ഒന്ന് ടാപ്പ് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡും ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഡൗൺ സൈഡും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പ് സൈഡ് ടാപ്പ് ചെയ്ത് നേരെ താഴെ വന്നതാണ്, ഒരു എൻട്രി തരാതെ. വെയിറ്റ് ചെയ്യാം. എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു ഭയങ്കര മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഇന്ന് രാവിലെ മുതൽ. രാവിലെ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ഫാൾ താഴേക്ക് വന്നതാണ്. മാർക്കറ്റ് ഇനി താഴത്തെ ലിക്വിഡിറ്റി എടുത്ത സ്ഥിതിക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യാം. എൻട്രി ഏരിയയിലേക്ക് വരട്ടെ. കുറച്ചും കൂടി താഴെ വന്നാലാണ് നമുക്ക് എൻട്രി ആക്റ്റീവ് ആവുക. ഫ്യൂച്ചറിന് ഇപ്പോഴും സ്റ്റിൽ ഒരു ബെയറിഷ് മോഡ് തന്നെ കേട്ടോ ഇപ്പോഴും കാണിക്കുന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുകയാണെങ്കിലും ഇപ്പോഴും ഫ്യൂച്ചറാണ് കുറച്ചും കൂടി നേരത്തെ താഴേക്ക് ഫാള് പോലെ വരുന്നത്. അതായത് നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ സ്ഥിതിക്ക് നോക്കാം, ഒരു എൻട്രി നോക്കാം. ഇത് ഒരു 1 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടിട്ട് ഒരു സിംഗിൾ ക്യാൻഡിലാണ്. അതിൻ്റെ കുറച്ച് മുന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ഒക്കെ ലോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഹൈൻ്റെ മുകളിലൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ കാരണം. ആ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നിഫ്റ്റിയിലും ഉണ്ട് ഒരു ലെവൽ. ഇനിയിപ്പോൾ അതെടുത്തിട്ട് വരും അറിയില്ല. ഏതായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. നിഫ്റ്റി അതിൻ്റെ തൊട്ടടുത്താണ്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ എൻട്രി 693 കിട്ടിയത്. മാർക്കറ്റ് ഒരു താഴേക്ക് പ്രീമിയം നേരെ താഴേക്ക് തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് താഴേക്ക് വന്നിട്ടും പ്രീമിയം അങ്ങനെ ഇപ്പോൾ ഇറങ്ങില്ലല്ലേ. പ്രീമിയം കയറുന്നുണ്ട്. ഓക്കെ പ്രീമിയം നല്ല കയറ്റം കയറുന്നുണ്ട്. കയറട്ടെ. അത് ഡേ ഹൈ വരെയൊക്കെയാണ് നമുക്ക് ടാർഗറ്റ് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 20 പോയിൻറ്റ്സ് ആണ്. അതായത് 2000 സംതിങ് ആയിരിക്കും ലോസ് വരിക. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് 1:5 എബോ ഈസി ആയിട്ട് ഉണ്ടാവും. അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ഉണ്ട്. അത് ഒരു 10,000-15,000 രൂപ സുഖമായിട്ട് നമുക്ക് ഉണ്ടാവും. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. അവിടെ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ എൻട്രി ടൈമൊക്കെ കാണാം. 10 മിനിറ്റ് കൊണ്ട്, 10 അതിനും കുറഞ്ഞ ടൈമുള്ളൂ. 2200 റേഞ്ചിൽ നമുക്ക് ലോസാണ്. 693 എൻട്രി, 672 എക്സിറ്റ്. ചെറിയൊരു പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 3000 സംതിങ് ആ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും താഴേക്ക് തന്നെയാണ് മാർക്കറ്റ് വരുന്നത്. ഇനി ഏതായാലും നല്ലൊരു ചാൻസ് വരട്ടെ, എന്നിട്ട് ഞാൻ എൻട്രി എടുക്കാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 12 മണിയായിട്ട് 12:01 നമ്മൾ അതിന് ശേഷം 2 എൻട്രി എടുത്തിട്ടുണ്ട്. 2 എൻട്രി വെച്ചാൽ ഒരു എൻട്രി അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത്. രണ്ടാമത്തെ എൻട്രി 23,200. അത് സംഭവം ബൈ മിസ്റ്റേക്കിലി എക്സിറ്റ് ആയിപ്പോയതാണ്. സംഭവം 5,000 എബോവ് പോയ സമയത്ത് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചതാണ്. സംഭവം മോഡിഫൈ എക്സിറ്റ് ആയിപ്പോയി. ആ ട്രേഡിൽ 100 പോയിൻറ്റിലധികം പ്രീമിയം പോയിട്ടുണ്ട് എന്നുള്ള രസം. അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ, ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്നാണ് മാർക്കറ്റിൽ ഞാൻ ട്രേഡ് എടുത്തത്. 11.8 റേഞ്ചിലാണ് ട്രേഡ് വന്നത്.
ആ ട്രേഡിൽ ശരിക്കും 5,000 എബോവ് വന്ന സമയത്ത് മോഡിഫൈ ചെയ്തതാണ്. ശരിക്കും ഇപ്പോൾ അതിൽ 37,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വരേണ്ട ട്രേഡാണ് അതിൻ്റെ എബോവ്. പക്ഷെ എന്താ ചെയ്യാനാ, ഞാനത് മോഡിഫൈ ചെയ്തത് മാറിപ്പോയതാണ് സംഭവം. പക്ഷേ ഡൗൺ സൈഡിലേക്ക് ഇപ്പോൾ ഒരു എൻട്രി നോക്കാൻ പറ്റിയ ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. അത് പ്രീമിയം 11.8 റേഞ്ചിലാണ് എനിക്ക് എൻട്രി വന്നത്. 144-5 റേഞ്ചിലാണ്. പക്ഷേ അതിൽ 280 വരെയൊക്കെ പോയി പ്രീമിയം. അതായത് 140 പോയിൻ്റ് അറ്റ്ലീസ്റ്റ് നമ്മളെ ടാർഗറ്റ് ഏരിയയിലേക്ക് വെച്ച അടുത്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വെച്ചാൽ പോലും 100 പോയിൻ്റ് റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടേണ്ട ട്രേഡാണത്. ഭയങ്കര ഒരു എന്താ പറയുക നഷ്ടം എന്ന് പറയാം. നഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അതല്ല, അതിന് ശേഷം ഇപ്പോൾ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡ് പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ, കാരണം ഇതിൻ്റെ ഒരു ടെൻഷനിലായിപ്പോയി. ഈ ടെൻഷൻ അടിച്ച ഇതിൽ നിന്ന് ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എക്സാക്ട്ലി താഴേക്ക് വരുന്നുണ്ട്. അവിടുന്ന് എക്സാക്ട്ലി നമുക്ക് ടോപ്പിൽ തന്നെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓൾറെഡി 100 പോയിൻ്റ് അടുത്തായിട്ട് എന്നുള്ള രസം. ഭയങ്കര മൊമെൻ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ്. ഇന്നത്തെ ഡേ ഹൈ വരെയൊക്കെ ഇപ്പോൾ നിഫ്റ്റി പോയി എന്നുള്ളതാണ്. കണ്ടോ എന്താ പോക്ക്, പോണ പോക്ക്. ഒരൊറ്റ 2-3 ക്യാൻഡിലാണ് പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ എക്സാക്ട്ലി ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രി വന്നിട്ടുണ്ടാവും ആ ട്രേഡിൽ. ഈവൻ ഇപ്പോൾ നമുക്ക് 100 പോയിൻ്റ് അടുത്തായിട്ടുണ്ടാവും. നമ്മൾ ടാർഗറ്റ് ഇന്നത്തെ ഡേ ലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 1 മിനിറ്റിലെ സിംഗ് ലോ വെച്ചാൽ പോലും 100 അധികം പോയിൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അത്രയും പോയിൻറ്റ്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രസം. പക്ഷേ മറ്റേ ആ നിഫ്റ്റിൻ്റെ ഷോക്കിലേ എടുത്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് വോളറ്റൈലായിട്ട് പോവുകയാണെങ്കിലും റിസ്ക്കാണ്. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇനി അൺവാണ്ടഡ് ഏരിയയിൽ നിന്ന് പോയിട്ട് ട്രേഡ് എടുത്താളും. അപ്പോൾ ഒന്ന് മെല്ലെ മാറി നിൽക്കുകയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് ആ വിഷയമല്ല. നല്ലൊരു എൻട്രി മിസ്സായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇമോഷണലി പ്രശ്നങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ട്രേഡ് അന്നത്തെ ദിവസം മെല്ലെ മാർക്കറ്റിൽ നിന്ന് മാറിക്കുക. നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട്. കാരണം പിന്നീട് നമ്മളെ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് താഴേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിലായാലും പോലും. അല്ലെങ്കിൽ നിഫ്റ്റി ചിലപ്പോൾ ഡേ ഹൈ എടുത്തിട്ടാണോ എന്ന് വരികയെന്ന് അറിയില്ല. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ട്രേഡ് ഈ ഒരു ഏരിയ എന്നുണ്ടായിരുന്നു. കറക്റ്റ് എക്സാക്ട്ലി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കില്ല. കറക്റ്റ് നമ്മൾ ടിപ്പ് നിന്ന് എൻട്രി. ഈവൻ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 180 പോയിൻ്റ് സ്പോട്ടിൽ പോയി, 100 പോയിൻ്റ് അടുത്ത് പ്രീമിയം പോയിൻ്റ്. ഈവൻ ഈ ഒരു ഏറ്റവും 1 മിനിറ്റിൽ വെച്ചാൽ പോലും ഇത്ര ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഡേ ലോയിലേക്കൊക്കെ 600 പോയിൻ്റ് അടുത്തുണ്ട്. അത്യാവശ്യം നല്ല ടാർഗറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ട്രേഡ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു 1 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്താൽ 100-150 പോയിൻ്റ് ഉണ്ടാവും ടാർഗറ്റ്. അതെത്തിയാൽ നമുക്ക് കോസ്റ്റ് പ്രൈസിൽ വെക്കുക അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ വരെ ടാർഗറ്റ് വെക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയ ട്രേഡാണ് ആയിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ. ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല. അത് പ്രോപ്പർ എൻട്രി നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോപ്പർ എൻട്രി സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രിയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ആ ട്രേഡ് എടുത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ അതിൽ എക്സാക്ട് എന്താ പറയുക, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇനി ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ 100 പോയിൻ്റ് റേഞ്ചിലൊക്കെ മൂവ് ചെയ്താൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 49,300 നമ്മൾ എടുക്കുകയാണെങ്കിൽ 49,300 പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം നമുക്കൊന്ന് നോക്കാം. ആ ഒരു ട്രേഡിൻ്റെ പ്രീമിയംസ് ഇവിടെ വരെ പോയി നമുക്ക് എൻട്രി കിട്ടി കൊടുത്ത് എത്ര പ്രീമിയം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് എൻട്രി ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും കിട്ടി. 615 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് 718 വരെ ഞാൻ പറഞ്ഞില്ലേ 100 പോയിൻ്റ് പോയിട്ടുണ്ട്. കാരണം 170 പോയിൻ്റൊക്കെ സ്പോട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ 100 പോയിൻ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കോസ്റ്റ് പ്രൈസിൽ വെച്ചാൽ പോലും നമുക്ക് ഇന്ന് ആ ഒരു ട്രേഡിൽ ലോസ് ഉണ്ടാവും ട്രേഡ് എടുത്ത ആളുകൾക്ക്. അതാ ഞാൻ പറഞ്ഞത്. ഈവൻ ഈ ഒരു 1 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ പോലും മാർക്കറ്റ് എത്തിയിട്ടില്ല. അത് എത്തുമ്പോഴേക്കും 100-150 പോയിൻ്റ് സുഖമായിട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ട്രെയിൽ ചെയ്ത് പോയാലും മതി. നല്ല ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ബൈ മിസ്റ്റേക്കിൽ നമ്മളത് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. ഏതായാലും ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിരുന്നിട്ടു. ഇന്നലെ എനിക്കൊരു SL ആയിരുന്നു. ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു SL ഉണ്ടായിരുന്നു. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയി കാണിക്കാൻ തോന്നിയില്ല. സമയം 12:17. ഞാൻ പറഞ്ഞ സാധനം എങ്ങനെയുണ്ട്, ഡേ ലോൻ്റെ അടുത്ത് തന്നെ ഇപ്പം ലോസ്റ്റുള്ള ലിക്വിഡിറ്റി ഇപ്പോൾ ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. പ്രീമിയംസൊക്കെ പറന്നു എന്നുള്ളതാണ്. 615 ഇപ്പോൾ എത്രയായി? 780, 715, 250 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയിൽ. സ്റ്റിൽ എന്താ പറയുക, ഇനിയിപ്പോൾ അത് നോക്കിക്കല്ലാതെ നിഫ്റ്റി പോലും ഡേ ലോ എടുത്ത് ഇന്നത്തെ ഡേ ലോ എടുത്തിട്ടില്ല. ഡേ ലോൻ്റെ തൊട്ടടുത്താണ് നിഫ്റ്റി നിൽക്കുന്നത്.
മാർക്കറ്റിൽ നിന്ന് ഭയങ്കര വോളട്ടൈൽ മൂവ്മെൻ്റ് അല്ലേ, ഇന്ന് വിട്ടുന്നത് നന്നായി അതൊരു കണക്കിന് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇന്ന് ട്രേഡ് ചെയ്യാതിരുന്നത് നന്നായി. അപ്പം നമുക്കിപ്പോൾ വലിയൊരു പ്രീമിയംസ് നമുക്ക് മിസ്സായത് പോട്ടെ, നമുക്ക് ചിലപ്പം സ്റ്റോപ്പ് ലോസ് ഇതുപോലെ വരും ഇങ്ങനത്തെ ദിവസങ്ങളിൽ. നമ്മൾ വിചാരിച്ച നമ്മളെ 20 പോയിൻറ്റ്സ് ഒക്കെ ടപ്പെന്ന് അടിച്ച് പോകുന്ന ദിവസങ്ങളായിരിക്കും ഇത്തരം ദിവസങ്ങൾ. നമുക്കൊരു വലിയൊരു മൊമെൻ്റ് അല്ലാതെ സൈഡ് വൈസ് മൊമെൻറ്റിലാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്, നന്നായിട്ട് വർക്കാവുക എന്ന് തോന്നുക. ഞാനപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സെയിം നമ്മൾ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല ഇതുവരെ, എപ്പോഴും സെയിം 5500 സംതിങ് തന്നെയാണ്. മാർക്കറ്റ് സമയം 2:30 ആയിട്ടുണ്ട്. മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വോളട്ടൈൽ മൂവ്മെൻ്റ് ആണ്, ഭയങ്കര വലിയ വലിയ ക്യാൻഡിൽസ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പായുണ്ട്. ഏതായാലും വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം നിഫ്റ്റിയിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ചെയ്യുന്ന മുകളിലേക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. അത് എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി അത് പറഞ്ഞ പോലെ നമ്മൾ 6 പോയിന്റ് കൊടുത്താൽ ചിലപ്പോൾ SL അടിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ മൂവ്മെൻറ്റ് ഞാൻ എടുക്കാനും നന്നായി. ചിലപ്പോൾ എടുത്തതിന് ശേഷം നല്ല അത്യാവശ്യം പോയിൻറ്റ്സ് മുകളിലേക്ക് പോയിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷേ ആ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ട്രിപ്പിൾ SL അടിച്ച് പോവുകയും ചെയ്യായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ 6 പോയിൻ്റൊന്നും ആയിരിക്കില്ല ഇത്രയും വോളട്ടൈൽ മാർക്കറ്റിൽ. ആ ഒരു എൻട്രി ഏകദേശം ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും എൻട്രി വന്നത് 12:30 ഒക്കെ ആയ സമയത്ത്. അത് അത്യാവശ്യം 158 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ടിപ്പ് 6 പോയിൻ്റ് കൊടുത്ത് ചിലപ്പോൾ 10 പോയിൻ്റൊക്കെ അടിച്ചിട്ടാണ് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്, വോളറ്റൈൽ മാർക്കറ്റാണ് നമ്മൾ എടുക്കാനും നന്നായി. അത്രയും പോയിന്റ് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, SL അതേപോലെ വരും. അതുകൊണ്ട് ആ ട്രേഡ് എടുക്കാത്തതുകൊണ്ട് നമുക്ക് ആ SL നിന്ന് ഒഴിവായി. ഏതായാലും നാളെ ദിവസം നോക്കാം, നാളെയും ദിവസമുണ്ട്. 2:30 ആയി, ഇനി നമുക്ക് നാളെ നോക്കാം. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. താങ്ക് യു. അതിന് മുമ്പ് എൻ്റെ ജേണൽ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെയായിട്ടുള്ള ജേണൽസ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ പ്രോഫിറ്റ് വന്നിട്ടില്ല. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ലോസും ഇന്ന് ഇപ്പോൾ ഒരു പ്രോഫിറ്റും ഒരു ലോസും അടക്കം 28,000 ഇപ്പോഴും പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ 21 ജനുവരി ആയി. ഓവറോൾ ഇഷ്ടംപോലെ ലോസുകൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലോസ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ റിസ്ക് റിവാർഡ് കൊണ്ടാണ് പിന്നെ പിടിച്ച് നിന്ന് പോകുന്നതെന്നുള്ളതാണ്. ഏതായാലും എല്ലാവരും ഇതുപോലെ ജേണലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് എൻട്രിയിൽ മാർക്കറ്റിൽ വരുന്ന അപ്ഡേഷൻസൊക്കെ നോട്ട് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുള്ളതാണ്. എനിവേ താങ്ക് യു.